ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലായ ഇക്രൂസ് പെറ്റ്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് വലിയൊരു ഫിഷ് ഫാമിലാണ്. നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലേക്ക് കുറച്ച് ഫിഷ് എടുക്കണം. അതുകൂടാതെ നമുക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഗപ്പീസിനെയും പിന്നെ നല്ല പേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർ ഫൈറ്ററിനെയും ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക, സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ പോരായ്മകൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കേണ്ടതാണ്. നമ്മൾ അത് നോക്കി നമ്മൾ അടുത്ത് ക്ലിയറാക്കി കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഫാമായിരിക്കും ഇത്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വീഡിയോ വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതവിടെ ഫാമിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന 1 ഫീറ്റ് പ്ലസ് ഉള്ളൊരു അലിഗേറ്റർ കാറാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുളങ്ങളാണ് ഈ കാണിക്കുന്നത്. കുളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പടുതാ കുളങ്ങളും ഒരുപാട് സിമൻറ്റ് ടാങ്കുകളും അതുപോലെ ഫൈബർ ടാങ്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല, അത്രയും ഉണ്ട്. 10-27 വയസ്സുള്ള മീൻ വരെ ഇവിടെ ഇവരുടെ ഇതിൽ കിടപ്പുണ്ട്. ഇതിനകത്ത് കിടക്കുന്നത് ഒരു 3-4 വയസ്സുള്ള ഗൗരാമിയും അതുപോലെ വലിയ വൈറ്റ് ഷാർക്കും ബ്ലാക്ക് ഷാർക്കും ഒക്കെയാണ്. അപ്പോൾ വെള്ളം മോശമായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണത്തില്ല. ഈ കാണിക്കുന്നതൊക്കെ ഗിഫ്റ്റ് സിലോപ്പിയ, അതുപോലെ റെഡ് തിലാപ്പിയ, നൈനോട്ടിക്ക, അതുപോലെയുള്ള മീൻ വളർത്തു മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ഇതെല്ലാം സെയിലിലുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ പേര് സച്ചിൻ എന്നാണ്. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യക്കാർ വിളിച്ചാൽ മതി. പുള്ളി എവിടെ വേണമെങ്കിലും ഇന്ത്യയിലുടനീളം കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതെല്ലാം അതിൻ്റെ സീഡുകളാണ്. ഒരുപാട് വളർത്തു മത്സ്യങ്ങളുണ്ട് ഇവിടെ. ഒരു ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ സൈസ് കണ്ടോ എത്ര നീളമുണ്ടെന്നൊരു 5-6 മീറ്ററെങ്കിലും നീളമുണ്ട്. പ്ലാറ്റിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തേക്കുന്ന ടാങ്കാണ്. ഞാൻ ഇതുവരെ വേറെ ഇടത്തും ഇത്രയും സൈസ് ടാങ്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ആൽബിനോ ക്യാറ്റ് ഫിഷാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 നമ്മുടെ പുലിവാക ടാങ്കിൽ കിടപ്പുണ്ട്. ആ കൂടെ ഇടാനല്ല, ഇത് നമ്മൾ അപ്പൂന് വേണ്ടി ഒരു ടാങ്ക് വേണമായിരുന്നു അപ്പൂൻ്റെ വീട്ടിൽ. അതിലേക്ക് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 ആൽബിനോ ക്യാറ്റ് ഫിഷിനെ മേടിക്കുന്നത്. 2 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരെണ്ണോടെ മേടിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ വീട്ടിൽ കൊണ്ട് റിലീസ് ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാം. കാരണം 2 മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറവ് കിടന്ന് വെള്ളം വെക്കാൻ തുടങ്ങി. നമുക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണോടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെല്ലാം മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ബൈക്കിലാണ് പോകുന്നത്. ബൈക്കിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ബൈക്കിലാണ് കാണാത്തത്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആൽബിനോ ക്യാറ്റ് ഫിഷിനെ കൂടാതെ വേറെ കുറച്ച് മീനുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കി നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ താറാകൂട്ടന്മാർ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇക്രൂന് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കുളത്തിലൊരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇവരെ മുക്കി വെക്കണം. കാരണം വെള്ളം നമ്മുടെ കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പയ്യെ ഓരോന്നിനെ അഴിച്ച് റിലീസ് ചെയ്യാം. നമ്മളിപ്പോൾ അഴിക്കുന്നത് ഓസ്കാറാണ്. 2 ഓസ്കാർ. വലിയ സൈസൊന്നുമില്ല, എങ്കിലും ഒരു 5 ഇഞ്ച് സൈസ്, 4 ഇഞ്ച് to 5 ഇഞ്ച് സൈസുള്ള സാധനമാണ്. ഒരു ആൽബിനോയും പിന്നെ ഒരു നമ്മൾ ടൈഗറുമാണ് എടുത്തിരിക്കുന്നത്. ആൽബിനോ ഫയർ റെഡും ഒരു ടൈഗറും നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല പ്രിൻ്റാണ് ടൈഗറിൻ്റെ ദേഹത്തുള്ളത്. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ സൈസ് മീനുകളെയാണ് നമ്മൾ എടുക്കാറ്. കാരണം നമ്മളുമായിട്ട് കുറച്ചുകൂടെ അറ്റാച്ചായി വരാൻ അവർക്ക് എളുപ്പമായിരിക്കും ചെറുതായിരിക്കുമ്പോൾ. അല്ലെങ്കിൽ എല്ലാവരും വേറൊരാളിട്ട് വളർത്തി ബിഗ് സൈസാക്കി ഫാമിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ അവരങ്ങനെ അൺഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇണക്കി വളർത്താനുള്ള ഇതവർ നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറിയ സൈസ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വരാൻ ഏറ്റവും നല്ലത് അതായിരിക്കും. നമ്മളിപ്പോൾ അടുത്തത് റിലീസ് ചെയ്യുന്നത് മറ്റേ ആൽബിനോ ക്യാറ്റ് ഫിഷ് നമ്മൾ എടുത്തായിരുന്നു. അതിൽ 1 മാത്രമേ നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്നുള്ളൂ. ബാക്കി 2 നമ്മൾ തിരിച്ച് കവറിലേക്ക് കയറ്റി സെറ്റ് ചെയ്യുവാണ്. കാരണം അത് അവൻ്റെ കുളത്തിലേക്ക് അപ്പൂൻ്റെ കുളത്തിലേക്ക് ഇടാനുള്ളതാണ്, അവൻ്റെ വീട്ടിൽ കൊണ്ടിടാനുള്ളതാണ്. അപ്പോൾ 1 നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതിനെ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. അതുപോലെ നമുക്കിനി നമ്മുടെ ടാങ്ക് ഒന്ന് കാണിക്കാം. ഈ കിടക്കുന്നത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന കോപ്പർ ഓസ്കാറാണ്. പിന്നെ നമുക്ക് നേരത്തെ തന്നെ ഇതിൽ 2 ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. അതുകൂടെയാണ് നമ്മൾ ഇന്ന് ഒരെണ്ണോടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ 2 പുലിവാകയായിരുന്നു ഇതിനകത്ത് കിടന്നിരുന്നത്. നമ്മളിതിനകത്ത് കൂടുതലും ലൈഫ് ഫീഡ് നമ്മൾ കൊടുക്കുന്നു ഇവർക്ക് എല്ലാവർക്കും. ഇവിടെ നമുക്ക് വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു വലിയ തോട്ടിലേക്ക് ചേരുന്ന ഒരു ചെറിയ കൈത്തോട് വീടിൻ്റെ തൊട്ട് പുറകിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുടുക്കിട്ട് വെച്ചാണ് നമ്മൾ മീനെ പിടിച്ച് ഇവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.